ഹായ്, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഇന്ന് വൈകിട്ട് സമയം ഇപ്പോൾ ഒരു 4-4:30 കാണും. രാത്രി 12 മണിക്ക് നമുക്ക് ഫ്ലൈറ്റാണ് ദുബായിലോട്ട് പോകാനുള്ളത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പാക്കിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. സോ നമ്മൾ പോവുകയാണ് ഗൈസ്. വണ്ടിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു. ഒന്ന് ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കും. ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്താണ് മാറ്റം എന്നുള്ളത്? സലാമക്ക വന്നു. സലാംഖാൻ്റെ ഒരു ബാഗ് കൂടിയേ കിട്ടാനുള്ളൂ. സലാമക്കയും വന്നിട്ടുണ്ട്. കാണൂല ഇങ്ങോട്ട് പോര് ബാ. അപ്പം ആരാണ് ദുബായിലോട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം മറ്റാരുമല്ല, വണ്ണാനുള്ളി അക്കുവാണ് പോണത്. ഞാനല്ല ഗൈസ്, അക്കുവാണ് ദുബായിക്ക് പോണത്. സോ ലെറ്റ്സ് ഗോ. അക്കുവിനെ പറഞ്ഞു വിടാൻ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതെന്താണ്? പിന്നെ പെട്ടിങ്ങനെ എടുക്ക്. അതിൽ വെക്കാനുണ്ട് അല്ലേ? ഇല്ല, അക്കുവിൻ്റെ ഡ്രസ്സിൻ്റെ ബാഗിലൊന്നും വെക്കാനില്ലല്ലോ. ഡ്രസ്സിൻ്റെ ബാഗിലൊന്നും വെക്കാനില്ലല്ലോ. അത് വെക്കാണ്ടോ? ഓക്കെ. ഉപ്പച്ചി ഞാൻ ഗോവയ്ക്ക് പോയപ്പോൾ ഇട്ട ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ടാണ്. സലാംക്ക. സോദാ ഒരു ബാഗ് ഇതാ ഇവിടെ റെഡിയാണ്. അതൊന്നും എടുക്കാനില്ല. ഈ ബാഗ് എടുക്കണം, അത് ഇവിടെ വെക്കണം. ദാറ്റ്സ് ഇറ്റ്. അളിയൻ സലാംഖാൻ്റെ മക്കളൊക്കെ ദുബായിലാണ്. അപ്പോൾ അവർക്കുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അതും കൊണ്ട് ഒരു വന്നാണ്. അപ്പോൾ അതൊക്കെ ഇതിൽ കയറ്റണം. പിന്നെ ഒരാൾ മാത്രം വെഹിക്കിലിരുന്നാൽ മതിയാവും. ബാക്കിയെല്ലാം വലിയ ലഗേജുകളൊന്നുമില്ല. സോ ടൈമുണ്ട്. രാത്രി 12:40 സമയം ഇപ്പോൾ 5 മണിയായിട്ടുള്ളൂ. ടൈമർക്ക് നമുക്കിതൊക്കെ കയറ്റട്ടെ, എന്നിട്ട് ബാക്കി ഓരോന്ന് കാണിക്കാം. 30,000 രൂപ കൊടുത്തിട്ട് ഫുള്ള് തൂക്കായിട്ടാണ് പോകണ്ടേ. ഒരു ഉറുപ്പ്യ അവർക്ക് കൊടുക്കരുത്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ 30,000 രൂപ കൊടുത്ത് പോവാ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇല്ല വീഡിയോ വരുന്നുണ്ടാ പറഞ്ഞു. നോക്കട്ടെ, ഞാൻ ലൂയിക്ക് എംബ്ലം വെച്ചു. രാളിയെ വന്നു. അത് ലഗേജ് പോകാൻ പറ്റുമോ? അങ്ങനെ 2 പെട്ടിയ ലഗേജിൽ പോകുള്ളൂ. ഇത് രണ്ടും ഇത് കൈ പിടിക്കുക. അത് മേലെ വെച്ചോ? അങ്ങനെ പറ്റില്ല. ഇത് പിടിക്കണം. ഒന്ന് കൈ പിടിക്കണം. ഈ 3 ബാഗ് ഇതെന്തിനാ ഇതിന്റെ മേലെ വെച്ചാ പോരാ? അത് അതിങ്ങനെ പാറി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പോകുന്നില്ല. ഇത്രേ ഉള്ളു ലഗേജ്. സുഖായി, നല്ല രസം. ഇത് വേണമെങ്കിൽ ഓരോ പാക്കിംഗ് ഒക്കെ സൂപ്പർ അല്ലേ? ഓരത്ത് അക്കു, ഈ മെയിൻ ആളോട് ടാറ്റ പറയാത്ത എന്താ? എത്രയായി കൊരക്കുന്നത്? ബീഫ് ചിക്കനൊക്കെ അല്ല, എന്റെ ഉണ്ണിയല്ലേ അത്. പാവ, അതിന് മനസ്സിലായി തോന്നുന്നു. അയച്ചു വരുന്നുണ്ടോ? ഏട്ടാ, എന്റെ വാപ്പാടെ പ്രായമുണ്ട്. എന്നിട്ടാ തോണ്ടിട്ട് വന്ന് എല്ലാരും ഇറങ്ങുകയായി. സലാമുഖാനോട് പോയി പറഞ്ഞു. മൈൻഡാക്കിയില്ല. ഞാൻ ആക്കി തരാം. അപ്പം ഇറങ്ങുകയായി ഗൈസ്. ഐസി ഉണ്ട്. ഐസി ഉപ്പച്ചി മാച്ച് ഒരുമിച്ച് തന്നെ ഒരുമിച്ച് നോക്കട്ടെ. കണ്ട ബോഡി ഗാർഡ് കൊള്ളാം. ഒരാൾക്ക് കയറാൻ പറ്റും. ആ സീറ്റ് മടിക്ക് വന്ന് അങ്ങനെ. അപ്പൊ വണ്ടി കയറാൻ പോണു. ഒരു സീറ്റ് മടിക്ക്. അപ്പൊ എല്ലാരും അക്കു കയറിക്കോ, ഫ്രണ്ടിൽ കയറിക്കോ. എന്താ കയറിക്കോ, കേറക്കൂ. ഈ ഗൾഫാർ
ചെല്ല് ചെല്ല് പ്രിയോറിറ്റി. എല്ലാവരും കേറിട്ട് ഉപ്പച്ചി കയറിക്കോട്ടെ. ഉപ്പച്ചി കയറിക്കോ. ഉമ്മ എന്താ വരാ? ഉമ്മ പോരുന്നില്ലേ? ഉമ്മ ബൈ ബൈ ഗൈസ്. ഉപ്പിച്ച് പുറകെ കയറിയിരുന്നു. അമ്മ ഇതെന്താ? കാല് സ്ലിപ്പായത്. കാല് മടങ്ങിയോ? ആ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം അത് മറ്റേ ഇത് ഹൈറ്റ് ഉണ്ടല്ലോ, സ്ലിപ്പായതാ കാല് വെച്ച്. കുഴപ്പമില്ല. അപ്പൊ എല്ലാരും കേറി. അപ്പൊ ഞാൻ ഫ്രണ്ടിലിരിക്കേണ്ടി വരും. സുന്ദരി ലോയി പോടാ അവിടുന്ന്. ആ ഭാവി എല്ലാരോടും പോണ്ടാ, പോയിട്ട് വരാം. ശരി ബൈ ഗൈസ്. എല്ലാരും വണ്ടി കയറി. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ലാസ്റ്റ്. പോലെ പോവാണ് കണ്ടക്ടർ. അതെ, ലൂയി എല്ലാവർക്കും ഇപ്പൊ ഉമ്മ വെക്കണ സമയമായി. ലൂയിക്ക് അങ്ങനെ വണ്ടി കയറി കഴിഞ്ഞാൽ ഉമ്മ വെക്കണം. അക്കൂന് കൊടുക്ക ലൂയി. അക്കു മാമ അവിടെ. അക്കു മാമ ഇതാണ് അക്കു മാമ. ഇതാണ് അക്കു. ഫോണ് എവിടെ? ചാവി ഇവിടെ വെച്ചാ മതി. അല്ല ലൂയി താരാ? ഇല്ലല്ലോ, എടുക്കാല്ലോ. എന്നാ ശരി പോവല്ലേ? ഗൈസ് നമ്മൾ ഇറങ്ങുകയായി നമ്മളെ വീട്ടിൽ നിന്ന്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ? എന്താ പറയുള്ളൂ? യാത്ര തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 5-6 മിനിറ്റ് ആയി കാണല്ലേ? എല്ലാരും ഇവിടെ ഉണ്ട്. ഒരു പള്ളിയുണ്ട്. അപ്പം ഉമ്മാക്ക് ഇവിടെ പള്ളിയിലും ഒരു യാത്ര പോണ സ്ഥിതിക്ക് പൈസ ഇടാൻ പോവാണ്. ചേലോട് നേർച്ചപ്പെട്ടിയില്. ചേലോട് പള്ളി കേട്ടത് ഉമ്മയിട്ട് ഇതാണ് അല്ലേ? അക്കൂടാണ് അല്ലേ? പൈസ ഇട്ട് അടുത്ത എണ്ണ പമ്പിക്കില്ലേ? ആ എന്റെ ഫേവറേറ്റ് പമ്പാ മറ്റേ ഡീസൽ ഓൺലി പെട്രോൾ ഓൺലി. അവിടുന്ന് വെള്ളം കുപ്പി ഇട്ടു. അങ്ങനെ വേറെ കണ്ട അത് കർണാടകയാണ്. മലയാളികൾക്ക് എസ് യു ഇഷ്ടല്ല. സോ ഗൈസ് നമ്മള് എയർപോർട്ടിന്റെ അടുത്ത് ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഷവായി, മന്തി റൈസ്, ഷവർമ, പലതും ഉണ്ട്. എല്ലാവരും നല്ല തീറ്റയാണ്. ഉമ്മയാണ് ഏറ്റവും കൂടുതൽ തീറ്റ. എന്തൊരു തീറ്റ! എയർപോർട്ടിലേക്ക് വലതുകാലി വെച്ച് ക്യാമറ ശ്രദ്ധിക്കുക. ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ഏരിയ ഒന്നും കാണിച്ചില്ല. കേറിക്കൊണ്ടിരിക്കാണ്. നിങ്ങൾ ടെൻഷൻ ആക്കല്ലേ, ഞാൻ വീഡിയോ എടുത്തോളൂ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഗേറ്റില് ഇനി ടിക്കറ്റ് എടുക്കണം പാർക്കിങ്ങിന്റെ അല്ലേ? അല്ല എൻട്രി സ്ലിപ്പ്. സോറി, പാർക്കിങ്ങിന്റെ. എത്ര മിനിറ്റാ ഫ്രീ? അപ്പൊ നമ്മള് നല്ല രസമുണ്ട് അല്ലേ? നല്ല വിശാലമായ വണ്ടിയൊക്കെ ഓടിച്ച് പഠിക്കാൻ പറ്റിയ സ്ഥലം. നല്ല രസമുണ്ട് കാണാൻ. കാലിക്കറ്റ് എയർപോർട്ട്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ഇവിടെ. ഡൊമസ്റ്റിക് ആണെങ്കിൽ ഇങ്ങോട്ട് തിരിയണം, ഇന്റർനാഷണൽ ആണെങ്കിൽ താഴേക്ക് പോകണം. അല്ല, ഞാൻ കാലിക്കറ്റില് രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പൊ വരുന്നു.
ഫസ്റ്റ് കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ അല്ല 3ാമത്തെ പ്രാവശ്യം ഇറങ്ങിയത് എവിടെയാണ്, പോയത് എവിടെയാണ്? സോറി, അതെങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞ 3 പ്രാവശ്യം. അറിയാതെ ഇറങ്ങിയത് 1 പ്രാവശ്യം, അറിഞ്ഞിട്ട് പോയത് 1 പ്രാവശ്യം. ഇപ്പൊ ഇതേ 2ാമത്തെ പ്രാവശ്യം ഞാൻ അക്കു കാരണം ഇവിടെ വന്നിരിക്കുകയാണ്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം. ചെറിയൊരു ക്ലൂ കിട്ടുകയാണെങ്കിൽ ഇവിടെ ഇറങ്ങുമോ? 2 മണിക്കൂർ പിടിച്ചിട്ട് അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഞാൻ പറയും നമ്മള് അറിയാൻ സർപ്രൈസ് വരുന്നല്ലേ. ഉപ്പച്ചിയാണ് ഉപ്പച്ചിക്ക് ഒരു സാറ് അന്ന് ഞാൻ മെലിഞ്ഞ ശിങ്കു ഇന്ന് ഞാന് 2 ശിങ്കുവായി മാറി. അയ്യോ ഇവിടെ നിർത്തിക്കോ, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോണ്ട ആവശ്യമുണ്ട്. എന്നെ ഇവിടെ പാർക്കിംഗ് 300 രൂപയൊന്നും പാർക്കിംഗ് കിട്ടാനാണ് ഇനി ഇവിടെ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ താഴെ കൊണ്ടുപോയി വെക്കിന്. അപ്പൊ ഇവിടെ എയർപോർട്ട് റെസ്റ്റോറന്റ് ഒക്കെ കിട്ടോ. ഫൈനലി നമുക്ക് ഒരു പാർക്കിംഗ് കിട്ടിയിരിക്കുകയാണ്. അതും ഫോർച്യൂണറിന്റെ അടുത്ത് കിട്ടി അല്ലേ? കിട്ടിയെന്ന് പറയാന് ഫോർച്യൂണർ ഭാഗ്യല്ലേ, മഹേന്ദ്രൻ നിർത്തല്ലേ. എന്റെ മോനെ ഓക്കെ, ഇനി അക്കു വേണം. ഉമ്മ ഒട്ടും കരയില്ല, എനിക്ക് മനസ്സിലായി അല്ലേ? നമ്മളെത്തി. ആരൊക്കെ കരയുന്ന വീഡിയോയില് കാണിച്ചു, ഞാൻ കരയും. ഇറങ്ങിയിട്ട് ഇതാ നമ്മളെ എയർപോർട്ടിന്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇതാ അക്കവും ആ ട്രോളി എടുത്തുകൂടെയോ? ഉമ്മയെ ആരാണത്? ഐസിയും ഉപ്പച്ചിയുടെ പോയി. ഉപ്പച്ചി അങ്ങ് മുന്നിലുണ്ട്. ഇതാണ് നമ്മളെ എയർപോർട്ട് കേട്ടോ. ഇവരുടെ കാര്യമില്ല. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം. അതാ ഷാർജ. ഓൺ ടൈം. ഓൺ ടൈം 12:40. So guys, time to go. ഇത് ഇട്ടിട്ട് ലൈവ് റിയാക്ഷൻ. ഓക്കെ, ഓരോരുത്തരും ഇതും തുടങ്ങിക്കോ. 16, 17, 18, 19. ഈ പെട്ടി ഓർമ്മ വേണേ. ഈ പെട്ടി ഒരുപാട് പേരുണ്ടാവും ഇതേപോലെ. ഒരു പറക്കിയിരിക്കും. കണ്ടുപിടിക്കണം. വേണി പെട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തന്നോ? ഇതാണ് എൻട്രി. ടൈമിന് മുന്നേ തുടങ്ങിയിരിക്കുന്നു. അക്കോ ഒരു കുടുക്കിട്ടോ. അയാള് സീനാക്കും.
ഒക്കെ ഡൗൺലോഡ് ചെയ്തിക്കണോ? റീചാർജ് ചെയ്തോ? അത് ചെയ്തു വെച്ചോ? സോ ഗൈസ്, അക്കുവിനെ നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട്. എന്നിട്ടതാ വണ്ടിയുടെ അടുത്ത് പോണ്. ബാക്കി എല്ലാവരും നടന്ന് വരുന്നുണ്ട്. അല്ല, അനക്കൊരു വിഷമമില്ലായിരുന്നല്ലോ? അനക്ക് സന്തോഷാ? പോണ വരെ അക്കുമാമാന്റെ ഒപ്പനും വിരിക്കാൻ പറഞ്ഞിട്ട് പോയിരുന്നില്ല അല്ലേ കിസി? നമ്മ ജനുവരി പോവില്ലേ? ഇൻഷാല്ലാ. സോ ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോട്ടെട്ടോ. ഇനി 2 മണിക്കൂർ അങ്ങോട്ട്. അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് പോവുകയാണ്. കുറെ നാൾക്ക് ശേഷമാണ് ഒരാളെ കൊണ്ടുവിടാൻ വരുന്നത്. എപ്പോഴും നമ്മൾ പോയിനും ഇപ്പൊ കുറെ നാള് കൂടി ഒരാളെ കൊണ്ടുവിടാൻ വന്നേക്കാണ്. പക്ഷെ അക്ക പോയപ്പോ ഭയങ്കര വിഷമമുണ്ടീനും ഉള്ളില്. കാരണം ഞാൻ ഇപ്പോഴത്തെ വരവിലാണ് അക്കൂനായിട്ട് കുറച്ചും കൂടിയും കൂട്ടായത്. പക്ഷെ എന്ത് ചെയ്യാനാ, പോയല്ലേ പറ്റല്ലേ, പണിക്ക് പോണാണ്. അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും പറഞ്ഞില്ല. നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ബാക്കി കുറച്ച് അക്കു വിളിച്ചു. എത്ര സ്ക്രീൻഷോട്ടോ? സോ ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. സമയം ഇപ്പം 11:30 അക്കു 12:40 കയറുള്ളൂ. അപ്പോൾ ടൈമുണ്ട്. അപ്പോൾ എന്താക്കാം, ഈ വീഡിയോ ഞാൻ നാളെ ഉന്നയിക്കാം. വീട്ടിലെത്തിയ കാര്യം പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാലോ ഓനെത്തിയിട്ടുണ്ടെന്നൊക്കെ അറിയാലോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഗുഡ് നൈറ്റ് അടിക്കുകയാണ്. ബാക്കി നാളെ രാവിലെ കാണാം. സോ ഗൈസ്, ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞാൻ മുടിയൊക്കെ ഒന്ന് കിട്ടി. സോ അക്കു കറക്റ്റ് ടൈമിൽ, എയർ ഇന്ത്യ എക്സ്പ്രസ് കറക്റ്റ് ടൈമിൽ പിന്നെ പറന്നു പൊങ്ങി. അക്കു അവിടെ എത്തി. നോസീൻ പിന്നെ കുടുംബക്കാർ വന്ന് കൂട്ടി. അപ്പോൾ ഓൾ സെറ്റാണ്. ഈ കുറച്ച് ദിവസം അക്കു അവിടെ ഉണ്ടാവും. അക്കു ഇപ്പോൾ വിസിറ്റിങ്ങിനാണ് പോയത്. ഇനി വർക്കൊക്കെ നോക്കണം, നോക്കും എന്നാണ് തോന്നണത്. ബാക്കി വരുന്നതിനനുസരിച്ച് ഞാൻ എല്ലാവരെയും അറിയിക്കാം. പിന്നെന്താണ്, നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷിങ്കുവിൻ്റെ ഡാഡിയും മമ്മിയും ഇന്ന് അത് പോയി വാങ്ങും. വേറെ എല്ലാം സുഖമായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.